ഹായ്, ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോകം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് COP29. ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകളിലെല്ലാം തന്നെ COP29ൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് COP29നെ കുറിച്ചാണ് സൺഡേ സ്പെഷ്യൽ ടോപ്പിക്കിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. എന്താണ് ഈ COP29? ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് ഏവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വെൽക്കം ടു ദി ക്ലാസ്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് ഭൗമ ഉച്ചകോടി അഥവാ എർത്ത് സബ്മിറ്റ് നടക്കുന്നത്. ഇതിന്റെ ഒരു അനന്തര ഫലമായിരുന്നു അജണ്ട 21. എന്താണ് ഈ അജണ്ട 21? ഇതിലെ 21 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് 21ാം നൂറ്റാണ്ടിനെയാണ്. 21ാം നൂറ്റാണ്ടിൽ സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുന്നതിനായുള്ള ചില നിർദ്ദേശങ്ങളാണ് അജണ്ട 21 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഈ സുസ്ഥിര വികസനം? നിങ്ങൾ ഈ പഴയ ഒരു കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ, പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ. ഒരാൾക്ക് ഒരു പൊന്മുട്ടയിടുന്ന താറാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഈ താറാവ് ഓരോ മുട്ടയിടും. അപ്പം ഇയാളുടെ ഭാര്യയ്ക്ക് കുറച്ച് അത്യാഗ്രഹം കൂടുതലായിരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഓരോ ദിവസവും ഈ താറാവിൻ്റെ വയറ്റിൽ നിന്ന് ഓരോ മുട്ട കിട്ടുകയാണ്. അപ്പോൾ ഈ താറാവിൻ്റെ വയറ്റിൽ ഇഷ്ടം പോലെ മുട്ടയുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം? ആ മുട്ടകളെല്ലാം ഒരുമിച്ചിങ്ങെടുക്കാം, നമുക്ക് പെട്ടെന്ന് പണക്കാരാം. അതായിരുന്നു ആ സ്ത്രീയുടെ മനസ്സിലിരിപ്പ്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. പാവം താറാവിനെ എന്ത് ചെയ്തു? കൊന്നു, അല്ലെ? ഇതുപോലെ നമ്മൾ ഭൂമിയുടെ വികസനം അല്ലെ, നമ്മുടെ വികസനത്തിന് വേണ്ടി നമ്മൾ ഭൂമിയുടെ റിസോഴ്സസ് എടുക്കുകയാണ്. അതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് തീർക്കരുത്. ഭാവി തലമുറയ്ക്കും കൂടി എന്ത് ചെയ്യണം? കരുതി വച്ചേക്കണം. ആ ആശയമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വികസനം ഭാവിക്ക് വേണ്ടിയും കൂടി ആവണം, ഭാവി തലമുറയ്ക്കും കൂടി വേണ്ടി ആവണം എന്നുള്ളത് മാത്രമാണ്. സുസ്ഥിര വികസനം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം അഥവാ ക്ലൈമറ്റ് ചേഞ്ച്. അതുകൊണ്ട് തന്നെ എർത്ത് സബ്മിറ്റിൽ ക്ലൈമറ്റ് ചേഞ്ചിനും അതിൻ്റെതായ പ്രാധാന്യം നൽകി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന എഗ്രിമെന്റ് രൂപീകരിച്ചു. 197 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇതിൽ അംഗങ്ങളാണ്. ഈ അംഗങ്ങളെ പാർട്ടീസ് എന്നാണ് വിളിക്കുന്നത്. പാർട്ടീസിന്റെ ആനുവൽ സമ്മേളനങ്ങളാണ് കോൺഫറൻസ് ഓൺ പാർട്ടീസ്. ഇപ്പോൾ അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നടക്കുന്നത് 29ാമത്തെ COP ആണ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. 3 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തേത് 1995 നടന്ന ആദ്യത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. അത് ബെർലിനിൽ വെച്ചാണ് നടന്നത്. ഈ കോൺഫറൻസിൽ വെച്ചിട്ടാണ് അവികസിത രാജ്യങ്ങൾക്ക് കാർബൺ എമിഷന്റെ ടാർഗറ്റുകൾ നൽകപ്പെട്ടത്. രണ്ടാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അത്ര വളരെ പ്രധാനപ്പെട്ടതൊന്നുമല്ല. ഇനി പ്രധാനപ്പെട്ടത് 3ാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. അത് നടക്കുന്നത് 1997 ജപ്പാൻ നഗരമായ ക്യോട്ടോയിൽ വെച്ചാണ്. ഇവിടെ വെച്ചാണ് വികസിത രാജ്യങ്ങൾക്കും കാർബൺ എമിഷന്റെ ടാർഗറ്റുകൾ നൽകിയത്. ഇനി 21ാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പാരീസിൽ വെച്ചാണ് നടന്നത്. 2015 നടന്നത്. ഇതിലാണ് പ്രശസ്തമായ പാരീസ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഇതിൽ ആഗോളതാപനം 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, അതായത് കൃത്യമായി പറഞ്ഞാൽ 1.5 ഡിഗ്രി സെൽഷ്യസിൽ നിർത്തുവാനുള്ള എഗ്രിമെന്റിൽ ലോകരാജ്യങ്ങൾ എത്തിച്ചേർന്നു. അസർബൈജാനിലെ ബാക്കുവിൽ 29ാമത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായ, അല്ലെ രാജ്യങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായ ഒരു വിഷയമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ പേര് ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫയബിൾ ഗോൾ എന്നാണ്. എന്താണ് ഈ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫയബിൾ ഗോൾ? അതായത് ഈ അവികസിത രാജ്യങ്ങൾ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുക, ഉൽപ്പാദനം കുറയ്ക്കുക എന്നുള്ളതാണ്.
ഉൽപാദനം കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വരുമാനം കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ വരുമാനത്തെ കോമ്പൻസേറ്റ് ചെയ്യുവാൻ വികസിത രാജ്യങ്ങൾ അവികസിത രാജ്യങ്ങളെ സഹായിക്കണം, ഒരു തുക നൽകി സഹായിക്കണം. ആ സാമ്പത്തിക സഹായത്തെയാണ് ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫയബിൾ ഗോൾ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.